വിവേകിനെ കേസില്ലാതെ പുറത്തിറക്കാന്ന് പത്മമ്മയുടെ സമ്മതിച്ചു. ഞാൻ പറഞ്ഞില്ലേ, എത്ര ക്രൂരത കാണിക്കുന്നവരായാലും ചില കാര്യങ്ങൾ കേട്ടാൽ മനസ്സലിയും. മനസ്സൊന്നും അലിഞ്ഞതല്ല നന്ദിനി. അങ്ങനെ വിവേക് പുറത്തിറങ്ങണമെങ്കിൽ ഞാൻ അവർക്കൊരു കാര്യം ചെയ്തു കൊടുക്കണം. എന്ത്? ഞാൻ ഏട്ടന്റെ മുറിയിൽ ചെന്ന് ഏട്ടനോടൊരു കള്ളം പറയണമെന്ന്. എന്ത് കള്ളം? നീ ഇവിടെ ഇല്ലാന്ന് ഞാൻ ഏട്ടനോട് പറയണമെന്ന്. ഏട്ടന് അസുഖമായിട്ട് പോലും അത് കാര്യമാക്കാതെ എനിക്കെന്റെ കുടുംബമാണ് വലുതെന്ന് പറഞ്ഞ് നീ അവരോടൊപ്പം പോയിന്ന് ഞാൻ ഏട്ടനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണമെന്ന്. ഞാൻ എന്താ ചെയ്യേണ്ടത്? നിന്നെ ചതിച്ച് ഏട്ടനെ ചതിച്ച് വിവേകിനെ പുറത്തിറക്കണോ? ആരതി, തൽക്കാലം വിവേകിനെ പുറത്തിറക്കേണ്ടത് നമ്മുടെ ആവശ്യം. അവര് പറയുന്ന എന്താന്ന് വെച്ചാ അത് ചെയ്തു കൊടുക്ക. അതിന് എന്റെ മനസ്സ് സമ്മതിക്കണ്ടേ? അങ്ങനെ രക്ഷപ്പെടാൻ എന്റെ ഭർത്താവ് വിവേക് ആഗ്രഹിക്കണ്ടേ? ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവില്ല നന്ദിനി. ഇത്രയും ദിവസം അവരമ്മയും മക്കളും മാറി മാറിച്ച് നേട്ടനോട് പറഞ്ഞല്ലോ നന്ദിനി ഇവിടെയില്ല, അവള് വീട് വിട്ടു പോയെന്ന്. ഏട്ടനത് വിശ്വസിച്ചോ? കണ്ണ് തുറക്കുമ്പോ നിന്റെ പേരല്ലേ ആ മനുഷ്യൻ വിളിക്കുന്നത്? അതിന്റെ അർത്ഥം നീ ഇവിടെ തന്നെ ഉണ്ടെന്ന് ഏട്ടൻ വിശ്വസിക്കുന്നു എന്നല്ലേ? ആ വിശ്വാസം തകർക്കാൻ എനിക്ക് പറ്റില്ല. ഒരിക്കലും ഞാനത് തകർക്കില്ല. മമ്മി, ഇവളുമാരുടെ ശൗര്യം കൂടിക്കൂടി വരികയാണല്ലോ. നോക്കട്ടെ, എവിടെ വരെ പോകും നോക്കാലോ. ഞാൻ പോവാ നന്ദിനി. വിവേകിന്റെ കാര്യത്തിൽ എന്താ തീരുമാനം എന്ന് വെച്ചാ അവര് ചെയ്തോട്ടെ. പോലീസ് സ്റ്റേഷൻ ആയാലും ശരി, ജയിലായാലും ശരി, ഞാനും വിവേകും അത് സഹിക്കും. നിന്നെ ചതിച്ചിട്ട് അങ്ങനൊരു നേട്ടം ഞങ്ങൾക്ക് വേണ്ട. ആരതി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. കള്ളമാണ് നീ പറയേണ്ടി വരുന്നത്. പക്ഷെ അതിന്റെ ആവശ്യം എന്താന്ന് എനിക്കറിയാം. നാളെ സൂര്യസാറിനും അത് പറഞ്ഞാൽ മനസ്സിലാവും. നീ ഇപ്പൊ വാശി കാണിക്കരുത്. അവര് പറഞ്ഞ പോലെ സൂര്യസാറിനോട് ചെന്ന് പറ. ചെല്ലാരതി. ഇല്ല നന്ദിനി, ഇക്കാര്യത്തില് എനിക്ക് വേറൊരു തീരുമാനമില്ല. ഇതിന് വഴങ്ങിക്കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. പിന്നെ പണത്തിന്റെ അഹങ്കാരത്തിന്റെ പേരില് നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് ചവിട്ടി മെതിക്കാൻ ഒരു കൂട്ടരെ തീരുമാനിക്കുമ്പോ അതിന് തലകുനിച്ച് നിന്ന് കൊടുത്തൂടാ. മമ്മി, നമ്മുടെ കണക്കൂട്ടലുകൾ ആകെ തെറ്റുന്നുണ്ടല്ലോ. ഇവളുടെയൊക്കെ ഫ്രണ്ട്ഷിപ്പിന് ഇത്ര ആഴമുണ്ടോ? പരസ്പരം ചാകാൻ നടക്കുകയാണല്ലോ നാശങ്ങള്. അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ തകർക്കുമ്പോഴല്ലേ ഒരു ത്രില്ലുണ്ടാവുള്ളൂ. മമ്മി എത്ര കഷ്ടപ്പെട്ടു. എല്ലാ പ്ലാനിങ്ങും കറക്റ്റ് ആയിരുന്നു ഇപ്പൊ വരെ. പക്ഷെ ഇനിയിപ്പോ തോറ്റു കൊടുക്കണ്ടേ? ഇത്രയും കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ പിന്നെ എങ്ങനെയാടി തോറ്റു കൊടുക്കുന്നേ?
ഇപ്പൊ നന്ദിനിയുടെ മുമ്പിൽ നിന്നും അന്തസ്സിന്റെയും അഭിമാനത്തിന്റെയും ഭാഷ സംസാരിക്കുന്നവളുണ്ടല്ലോ, ആ ആരച്ചി. 2-3 മിനിറ്റ് കഴിയുമ്പോ നോക്കിക്കോ, നീ കരഞ്ഞുകൊണ്ട് എന്റെ കാൽക്കൽ വന്ന് വീണിരിക്കവള്. എന്നിട്ട് ഞാൻ പറയുന്നത് എന്തും അനുസരിക്കാന്ന് അവള് പറയും. സൂര്യയുടെ അടുത്ത് ചെന്ന് ഞാൻ പറയുന്നതൊക്കെ അവള് പറഞ്ഞിരിക്കും. എങ്ങനെയാ മമ്മി? ഹലോ മാഡം. എങ്ങനെയുണ്ട് പ്രതിയുടെ കണ്ടീഷൻ? അവനിവിടെ പോലീസുകാരോട് അവന്റെ സത്യസന്ധയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പിന്നെ ദൈവത്തെ കൈവച്ചിട്ടില്ല. പറഞ്ഞിട്ട് മതിയെന്ന് മാഡം പറഞ്ഞല്ലോ. അവന് ഞാൻ അനുവദിച്ച സമയം കഴിഞ്ഞു. ഇനി നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തോ. മാഡം, തല്ലി ചതച്ചേക്ക് കേട്ടോ. ഒരു ദൈവവും കാണിക്കണ്ട. സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ട് മാത്രം മതി. ഓക്കെ മാഡം. പിന്നെ ഈ മനുഷ്യാവകാശ ലംഘനം എന്നൊക്കെ പറഞ്ഞ് വേറെ എന്തെങ്കിലും പരാതി എൻ്റെ തലയ്ക്ക് മുകളിൽ വന്നാൽ? നിങ്ങൾ അതൊന്നും പേടിക്കണ്ട. മുകളിൽ നിന്നുള്ള ഒരു പരാതിയും നിങ്ങൾക്ക് നേരെ ഉണ്ടാവില്ല. അതൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്തോളാം. രാത്രി ക്വാർട്ടേഴ്സിൽ വിജയ് നിങ്ങളെ കാണാൻ വരും. നിങ്ങൾക്കുള്ള സമ്മാനം വിജയ് കൊണ്ടുവരും. എങ്കിൽ പിന്നെ ഓക്കെ മാഡം. എല്ലാം നുറുങ്ങണം. അവന്റെ ഭാര്യ അവനെ വിളിക്കും. അവന്റെ ഫോൺ ഓൺ ചെയ്ത് അവന്റെ കരച്ചില് അവളെ നിങ്ങൾ കേൾപ്പിക്കണം. എങ്കിലേ ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കൂ. ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ച ഒരു വിട്ടുവീഴ്ചയില്ലാതെ അത് ഞാൻ ചെയ്തോളാം മാഡം.